നമസ്കാരം. മൂവി ബ്രാൻഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. മലയാള സിനിമയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഏട് മലയാള സിനിമയെ ഈ ലോകത്തിന് തന്നെ വിസ്മയമായിട്ട് അവതരിപ്പിച്ച ഒരു കലാകാരൻ. ഇന്ന് നമ്മുടെ ലാലേട്ടൻ്റെ 66ാം പിറന്നാളാണ്. കുറച്ചല്പം ദുഃഖമുള്ള ഒരു പിറന്നാൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അമ്മയില്ലാത്ത ഒരു പിറന്നാൾ ഇതാദ്യമായിട്ടാണ് ലാലേട്ടന്. ഓരോ വർഷവും ഏത് തിരക്കാണെങ്കിലും എത്ര തിരക്കാണെങ്കിലും എവിടെയൊക്കെ ആണെങ്കിലും ആ പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്കരികിലെത്തി കുറച്ച് സമയം ചിലവിടുക എന്ന് പറയുന്നത് നമ്മുടെ ലാലേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിനോദം അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ആ ഒരു കാര്യം ഇപ്പോൾ ഇത്തവണ അദ്ദേഹം ആഗ്രഹിച്ചാൽ പോലും നടക്കില്ല. കാരണം ആ വീട്ടിൽ, തിരുവനന്തപുരത്തെ ആ വീട്ടിൽ ഇന്ന് ആ അമ്മയില്ല. ആ അമ്മ വിട പറഞ്ഞതിന് ശേഷമുള്ള ആദ്യ പിറന്നാളിലാണ് നമ്മുടെ ലാലേട്ടൻ. കുറച്ച് സങ്കടം ഇത്തരത്തിലുണ്ട് എങ്കിലും മറുവശത്ത് തൻ്റെ ദൃശ്യം എന്ന ചിത്രത്തിൻ്റെ അടുത്ത ഭാഗം കൂടെ ഇറങ്ങിയിരിക്കുന്ന ഒരു മധുരം കൂടെയുണ്ട്. എന്തായാലും സമ്മിശ്രമായിട്ടുള്ള ഒരു പിറന്നാൾ അനുഭവത്തിലാണ് നമ്മുടെ ലാലേട്ടൻ ഇന്ന് കടന്നു പോകുന്നത്. ഒരു ശരാശരി മലയാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നായിട്ട് ലാലേട്ടൻ്റെ പിറന്നാൾ ദിവസം മാറാറുണ്ട്. 66ാമത് പിറന്നാൾ ആഘോഷത്തിലാണ് നമ്മുടെ ലാലേട്ടൻ. മലയാളി ജീവിതത്തിലെ ഇത്രമേൽ ആഴത്തിൽ പരപ്പിൽ സ്വാധീനിച്ച മറ്റൊരു വ്യക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പോലും സംശയമാണ്. അങ്ങനെ ഒരു ഉത്തരം പോലും ലഭിക്കാത്ത കാര്യം. അത്രമാത്രം വിസ്മയമാണ് ഒരു മലയാളി സിനിമാ പ്രേക്ഷകന് ലാലേട്ടൻ എന്നത് സമ്മാനിക്കുന്നത്. നമ്മുടെ ജീവിതാനുഭവത്തിൻ്റെ എല്ലാ ഭാവതലങ്ങളും അത്രമേൽ ആഴത്തിൽ ഇടപഴകി അതിനെ അവതരിപ്പിച്ച, അത്രമേൽ ഭംഗിയായിട്ട് ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ ലാലേട്ടൻ. അദ്ദേഹത്തിൻ്റെ ഓരോ ചിരിയാവട്ടെ, ചലനങ്ങളാകട്ടെ, ഭാവമാറ്റമാകട്ടെ, ഇതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ അഭിനയം എന്നത് എത്രമാത്രം തീക്ഷ്ണമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ്. അദ്ദേഹം ഒന്ന് കരയുമ്പോൾ നമ്മളെല്ലാവരും കരയും, ചിരിക്കുമ്പോൾ നമ്മളോടും ചിരിച്ചു പോകും. അതാണ് അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ ഒരു പവർ. 1980 ഫാസിൽ സംവിധാനം ചെയ്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നരേന്ദ്രൻ എന്ന ക്രൂരനായ വില്ലനെ അവതരിപ്പിച്ച ഈ ചെറുപ്പക്കാരൻ പിന്നീട് മലയാള സിനിമയുടെ ഒരു രാജാവായി മാറുമെന്നൊന്നും ആരും കരുതിയില്ല. പക്ഷേ ഇന്ന് നമ്മുടെ മലയാള സിനിമയുടെ രാജാവാണ് ലാലേട്ടൻ. മോഹൻലാൽ എപ്പോഴും ഉപയോഗിക്കുന്ന അതേ വാക്ക് തന്നെയാണ് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ പറയാൻ സാധിക്കുക: ഒരു വിസ്മയം. കോമഡിയും റൊമാൻസും ക്ലാസും മാസും ഒക്കെ അതേപോലെ വഴങ്ങുന്ന ഒരു ശരീരം, അഭിനയ ശരീരം വേറെ ഉണ്ടോ എന്ന് പോലും സംശയമാണ്. 1986 പുറത്തിറങ്ങിയ രാജാവിൻ്റെ മകൻ എന്ന ചിത്രത്തിലെ വിൻസെൻ്റ് ഗോമസ് എന്ന കഥാപാത്രം മുതൽ ഇപ്പോൾ ഏറ്റവും അടുത്ത് പുറത്തിറങ്ങിയ ചർച്ചാ വിഷയമായിട്ടുള്ള ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളി അടക്കം പല വിസ്മയ കഥാപാത്രങ്ങളും അവതരിപ്പിച്ച ഒരു വ്യക്തിയാണ് ലാലേട്ടൻ. കടലോളം പരപ്പുള്ള ആ കഥാപാത്ര പ്രപഞ്ചത്തിൽ നിന്ന് അടുക്കും ക്രമവുമല്ലാതെ ചിലത് പറഞ്ഞെന്ന് മാത്രം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ദൃശ്യങ്ങളിൽ ഇപ്പോൾ പുതിയ ഒരു വിസ്മയമായിട്ട് മോഹൻലാൽ മാറുകയാണ്. പുതിയ സിനിമയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും 5 ദേശീയ ചലച്ചിത്ര അവാർഡുകൾ, 9 സംസ്ഥാന പുരസ്കാരങ്ങൾ, ഇൻഫൻട്രി ബറ്റാലിയനിൽ ലഫ്റ്റനന്റ് കേണൽ പദവി, ലിറ്റ് ബിരുദങ്ങൾ, പത്മ പുരസ്കാരങ്ങൾ, ഒടുവിൽ രാജ്യത്തിൻ്റെ പരമോന്നത ചരിത്ര പുരസ്കാരമായിട്ടുള്ള ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് അടക്കം കരസ്ഥമാക്കിയിട്ടുള്ള വിസ്മയ കലാകാരന് 66ാം പിറന്നാളാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. മൂവി ബ്രാൻഡിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകരുടെയും പിറന്നാൾ ആശംസകൾ അദ്ദേഹത്തിന് നേരുകയാണ്. നിരവധി പേരാണ് ഇപ്പോൾ താരത്തിന് ആശംസകളുമായിട്ട് സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും ഒക്കെ രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മോഹൻലാലിൻ്റെ എല്ലാ പിറന്നാളിനും മുടങ്ങാതെ എത്തുന്ന ആശംസകളിലൊന്ന് നമ്മുടെ മമ്മൂട്ടിയുടേത് തന്നെയാണ്. മമ്മൂക്കയുടെ പിറന്നാൾ ആശംസയും ഇത്തവണ കൃത്യമായിട്ട് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ അദ്ദേഹത്തിന് ഉറ്റ സുഹൃത്തായിട്ടുള്ള മമ്മൂട്ടി പിറന്നാൾ ആശംസകൾ നൽകുന്നു. പ്രിയപ്പെട്ട ലാലിന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ എന്ന കുറിപ്പോടെ ഇരുവരും ചേർന്ന് നിൽക്കുന്ന ഒരു ചിത്രമാണ് പങ്കുവച്ചത്. നിരവധി ആരാധകരാണ് മമ്മൂട്ടിയുടെ ഈ പോസ്റ്റിൽ കമന്റുമായി എത്തിയത്. അതേസമയം നീണ്ട 18 വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിക്കും മോഹൻലാലും ഒന്നിച്ചിട്ടുള്ള ചിത്രമായിട്ടുള്ള മഹേഷ് നാരായണൻ ഒരുക്കിയിട്ടുള്ള പെട്രിയേറ്റും ചർച്ചകൾക്ക് ഇടം വയ്ക്കുന്നു.
മികച്ച പ്രേക്ഷക പ്രതികരണങ്ങളുടെ പ്രദർശനം തുടരുന്ന ചിത്രത്തിൽ വമ്പൻ താരനിരയാണ് അണിനിരന്നിരിക്കുന്നത്. മമ്മൂട്ടിയുടെയും മോഹൻലാലിനെയും കൂടാതെ ഫഹൽ ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, രാജീവ് മേനോൻ, ദർശന, രാജേന്ദ്രൻ, രേവതി, ഗ്രേസ് ആന്റണി തുടങ്ങിയിട്ടുള്ള നിരവധി താരനിരകളാണ് ഈ സിനിമയിലുള്ളത്. എന്തായാലും ഒരു ശരാശരി മലയാളി സിനിമ പ്രേക്ഷകന്റെ മനസ്സിൽ പതിഞ്ഞൊരു തീയതി തന്നെയാണ് മെയ് 21. പ്രിയപ്പെട്ട ലാലേട്ടന്റെ പിറന്നാൾ ദിവസം. ഇന്ന് 66ാം പിറന്നാൾ. വൈവിധ്യമാർന്നിട്ടുള്ള കഥാപാത്രങ്ങളുടെ കലവറയാണ് മോഹൻലാലിന്റെ ഓരോ ചിത്രങ്ങളും. മലയാളികൾ ഇത്രയധികം സ്നേഹിക്കുന്ന മറ്റൊരു നടൻ വേറെ ഉണ്ടോ എന്ന് പോലും സംശയമാണ്. മോഹൻലാലിന്റെ പിറന്നാളായിട്ടുള്ള മെയ് 21 വിപുലമായ ആഘോഷ പരിപാടികളും സമഗ്രമായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെയാണ് ആരാധകർക്കിടയിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മോഹൻലാലിന്റെ പിറന്നാൾ വേളയിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചപ്പോൾ ചലച്ചിത്ര സംവിധായകനും മോഹൻലാലിന്റെ ബാല്യകാല സുഹൃത്തുമായിട്ടുള്ള അശോക് കുമാർ അടക്കം രംഗത്ത് വന്നിരിക്കുകയാണ്. മോഹൻലാൽ ആദ്യമായി അഭിനയിച്ച തിരനോട്ടം എന്ന സിനിമയുടെ സംവിധായകൻ കൂടിയാണ് അശോക് കുമാർ. മോഹൻലാലുമായിട്ട് സൗഹൃദം സിനിമയിൽ അധിഷ്ഠിതമായതല്ല എന്ന് അശോക് കുമാർ വ്യക്തമാക്കുകയാണ്. തൻ്റെ പിതാവിൻ്റെയും മോഹൻലാലിൻ്റെ പിതാവിൻ്റെയും പേര് വിശ്വനാഥൻ നായർ എന്ന് തന്നെ. ഇരുവരും ഒരുമിച്ച് പഠിച്ചവരായിരുന്നു. ഇരുവരുടെയും സൗഹൃദമാണ് ഞങ്ങളുടെ സൗഹൃദത്തിന് അടിസ്ഥാനമായി മാറിയത്. ഒരേ സ്ഥലത്ത് താമസം, ഒരേ കോളേജിൽ പഠനം. കോളേജ് പഠനകാലത്ത് ബസ്സിൻ്റെ ഫുട്ബോർഡിൽ തൂങ്ങി യാത്ര ചെയ്തതെല്ലാം ഞങ്ങൾ ഓർക്കുന്നുണ്ട്. പഠിത്തത്തിൽ ഉഴപ്പുണ്ടായിരുന്നുവെങ്കിലും മോഹൻലാലിന് ബികോമിന് ഫസ്റ്റ് ക്ലാസ്. സിനിമ ലക്ഷ്യങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമേ ആയിരുന്നില്ല. പ്രിയദർശന അടക്കമുള്ള സുഹൃത്തുക്കളോടൊപ്പം പൂജപ്പുരയിലെ ഗ്രൗണ്ടിൽ സ്ഥിരമായി ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. ഫുട്ബോളിനോടും ഞങ്ങൾക്ക് ഏറെ താല്പര്യം. അതിനിടയിലാണ് ഒരു ദിവസം സിനിമയിൽ അവസരം ചോദിച്ചതും അത് നിഷേധിക്കപ്പെട്ടതും ഒക്കെ. സ്വന്തമായി ഒരു സിനിമ ചെയ്യാനുള്ള വാശി അന്ന് മനസ്സിൽ തോന്നി. അങ്ങനെ ഞാൻ ലാലിനോട് ചോദിക്കുകയായിരുന്നു, നമുക്കൊരു സിനിമ അങ്ങ് ചെയ്താലോ എന്ന്. നമുക്ക് ചെയ്യാമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അങ്ങനെയാണ് തിരനോട്ടം സംഭവിച്ചത്. ഒരു വാശിയുടെ അടിസ്ഥാനത്തിൽ മാത്രം സിനിമ ചെയ്യാൻ സാധിക്കില്ല എന്നും അശോക് കുമാർ വ്യക്തമാക്കുന്നു. തിരനോട്ടം എന്ന സിനിമ സംഭവിക്കുന്ന സമയത്ത് മലയാള സിനിമ പൂർണ്ണമായി കേരളത്തിലേക്ക് പറിച്ചു നട്ടിട്ടില്ല. സിനിമയുടെ ഈറ്റില്ലം മദ്രാസ് തന്നെയായിരുന്നു. സിനിമയുടെ ആവശ്യങ്ങൾക്കായി മോഹൻലാലും ഞാനും സുരേഷ് കുമാറും പ്രിയദർശനും സ്ഥിരമായി ചെന്നൈ യാത്ര നടത്തി. അന്ന് ഒരാൾക്ക് 30 രൂപ ട്രെയിൻ ടിക്കറ്റ്. ചെന്നൈയിലെത്തിയാൽ സ്വാമീസ് ലോഡ്ജിൽ താമസിക്കും. പിറന്നോട്ടം എന്ന സിനിമ നിർമ്മിച്ചിരിക്കുന്നത് തിരുവെങ്കിടം മുതലാളിയാണ്. ഒരാൾക്കുള്ള ചിലവ് മാത്രമാണ് നിർമ്മാതാവ് തരിക. ബാക്കിയുള്ളവർ വീട്ടിൽ നിന്നും അല്ലാതെയുമൊക്കെ പണം എങ്ങനെയൊക്കെയോ എങ്കിലും സംഘടിപ്പിച്ച് ഒപ്പം കൂടുന്നതാണ്. സിനിമയുടെ കാര്യങ്ങൾക്ക് ചെന്നൈയിൽ പോകണം എന്ന് ചോദിച്ചപ്പോൾ വീട്ടിൽ നിന്ന് പണം ലഭിക്കുകയുമില്ല. അന്നത്തെ ട്രെയിൻ യാത്രകൾ ഒരിക്കലും മറക്കാൻ സാധിക്കാത്തതായിരുന്നെന്ന് അശോക് കുമാർ ഓർമ്മിക്കുന്നു. നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന സിനിമയിലെ പല കഥാപാത്രങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള നേർചിത്രങ്ങളായിരുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അന്ന് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ മദ്യപിക്കുന്നതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. യാത്രയിൽ സിനിമയിൽ കാണുന്നത് പോലെ തന്നെ TTRന് മദ്യം നൽകിയിട്ടുണ്ട്. പകുതി വഴിയിൽ ഇറങ്ങേണ്ട TTRനെ ചെന്നൈയിൽ കൊണ്ടുചെന്ന് ഇറക്കിയതും ഞങ്ങളുടെ അനുഭവമാണ്. TTR മദ്യം സേവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ തന്നെയാണ് TTR. സ്വാമീസ് ലോഡ്ജിൽ എല്ലാവരും കൂടി ഒറ്റ മുറിയിലായിരുന്നു താമസം. മലയാളത്തിൻ്റെ മഹാനടന്മാരായ പ്രേം നസീറും സത്യൻ മാസ്റ്ററും ഒക്കെ താമസിച്ചിരുന്ന ലോഡ്ജ്. സ്വാമീസ് ലോഡ്ജിൽ സത്യൻ മാസ്റ്റർ ഉപയോഗിച്ചിരുന്ന ഒരു കസേര പൈതൃകം പോലെ സൂക്ഷിച്ചിരിക്കുന്നു. ആർക്കും അതിൽ ഇരിക്കാനോ സ്പർശിക്കാനോ അനുവാദമില്ല. പക്ഷേ അതിൻ്റെ ഗൗരവ സ്വഭാവം മനസ്സിലാക്കാതെ മോഹൻലാൽ അതിൽ കയറിയിരുന്നു. ചിലപ്പോൾ ഞാനും സത്യൻ മാസ്റ്ററും ഒക്കെ മാസ്റ്ററെ പോലെ ഒരു നടനായാലോ എന്നായിരുന്നു അന്ന് പറഞ്ഞത്. കസേരയിൽ ഇരുന്നതിനുള്ള കാരണം മോഹൻലാൽ പറഞ്ഞത് കേട്ട് അന്ന് പലരും ചിരിച്ചു. സത്യൻ മാസ്റ്റർ പകരം വയ്ക്കാനില്ലാത്ത പ്രതിഭയാണ്. പക്ഷേ അദ്ദേഹത്തെ പോലെ മലയാളത്തിലെ പകരം വയ്ക്കാനില്ലാത്ത പ്രതിഭകളിൽ ഒരാളായിട്ട് പിന്നീട് മോഹൻലാൽ മാറിയത് ചരിത്രം. മദ്രാസ് ജീവിതത്തിനിടയിൽ സുഹൃത്തായിട്ടുള്ള ഒരു നടന്റെ ബൈക്കിൽ നഗരം ചുറ്റുന്നു. ഞാനും ലാലും പ്രിയദർശനും ഒരുമിച്ച് ബൈക്കിൽ സഞ്ചരിച്ചു. 3 പേർ ഒരുമിച്ച് ബൈക്കിൽ കയറിയാൽ പോലീസ് പിടിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ 50 പൈസ പോലീസിന് കൈക്കൂലി കൊടുത്ത് രക്ഷപ്പെടുന്നത് പതിവ്. തിരനോട്ടം എന്ന സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പല വേദികളിലായി ഞാൻ ശ്രീ മോഹൻലാൽ എന്നിവരൊക്കെ വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും
അതൊക്കെ പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും ഇത് ഓർക്കുമ്പോൾ സന്തോഷമെന്നാണ് അദ്ദേഹം പറയുന്നത്. മദ്രാസിലായിരുന്ന ആ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളും സെൻസറിങ്ങും ഒക്കെ എല്ലാം നടന്നത് അവിടെ വെച്ചാണ്. സിനിമ കൊല്ലം ജില്ലയിൽ മാത്രമാണ് പ്രദർശിപ്പിച്ചത്. മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രവും തിരനോട്ടത്തിലെ തന്നെ. വളരെ ചെറിയ കഥാപാത്രമാണെങ്കിലും മോഹൻലാൽ ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കഥാപാത്രമായിരുന്നു തിരനോട്ടത്തിലേത്. അതുപോലൊരു കഥാപാത്രം പ്രായം കഴിഞ്ഞു കൊണ്ട് ഇനി അദ്ദേഹത്തിന് അവതരിപ്പിക്കാനും സാധിക്കുകയില്ല. അതേസമയം ആദ്യം സിനിമയുടെ സംവിധായകനല്ല മറിച്ച് ഉറ്റ സുഹൃത്താണ് മോഹൻലാൽ എന്നും പറഞ്ഞു വെക്കുന്നു അദ്ദേഹം. സൗഹൃദ ബന്ധങ്ങൾക്ക് വലിയ ആഴം നൽകുന്ന വ്യക്തിയാണ് ശ്രീ മോഹൻലാൽ. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയുടെ സംവിധായകൻ എന്നുള്ള പരിഗണനയല്ല തനിക്ക്, മറിച്ച് അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്ത് എന്നുള്ള പരിഗണനയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ വളരെയധികം രോഗാവസ്ഥയിൽ കിടക്കുമ്പോഴും എൻ്റെ മകളുടെ കല്യാണത്തിന് കുടുംബസമേതം അദ്ദേഹം വരാൻ കാരണവും ആ സൗഹൃദം തന്നെയാണ്. കഴിഞ്ഞ ഒരു വർഷം മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷങ്ങൾ നിറഞ്ഞതായിരുന്നു. പത്മഭൂഷൺ, ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം, അങ്ങനെ അദ്ദേഹത്തെ നിരവധി കാര്യങ്ങൾ തേടിയെത്തി. അദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങിയ ചിത്രങ്ങൾ വലിയ വിജയമാണ് നേടുന്നത്. പക്ഷേ ഒരു തീരാ നഷ്ടവും അദ്ദേഹത്തിന് സംഭവിച്ചു. അദ്ദേഹത്തിൻ്റെ അമ്മ. കഴിഞ്ഞ കാലത്തെ ജീവിതവും ബന്ധങ്ങളും മറക്കുന്ന ഒരാളല്ല മോഹൻലാൽ. എൻ്റെ ചിന്തയിൽ അദ്ദേഹം അങ്ങനെ തന്നെയാണ്. തിരനോട്ടവും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളും ചിത്രീകരിച്ച ക്യാമറ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. കേരള ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കയ്യിൽ നിന്നാണ് ക്യാമറ വാങ്ങിയത്. മധുരമുള്ള ഓർമ്മകളെ എപ്പോഴും ചേർത്ത് പിടിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ രീതിയാണത്. മോഹൻലാലുമായിട്ടുള്ള സൗഹൃദം ഒരിക്കൽ പോലും ചൂഷണം ചെയ്യാൻ താനും ശ്രമിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നു. എന്നെപ്പോലെ അദ്ദേഹത്തിന് ധാരാളം സുഹൃത്തുക്കളുണ്ട്. അവർക്കൊപ്പം എന്നെയും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഒരിടത്ത് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ സന്തോഷം. എപ്പോഴും മോഹൻലാലിനെ കാണാൻ പോകാറില്ല എങ്കിലും ഫോണിലൂടെ ബന്ധപ്പെടുന്നതും പതിവാണെന്നും ഓർത്തെടുക്കുകയാണ് അദ്ദേഹം.